നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ നിന്നും രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ സത്യം അറിഞ്ഞത്. പക്ഷേ തന്റെ മകന്റെ കൊലപാതകി ആരാണ് എന്ന് വ്യക്തമായി ഷെമിക്ക് അറിയാമെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാനോ പറയുവാനോ പറ്റിയൊരു മാനസികാവസ്ഥയിലോ അങ്ങനെ പറയാൻ താൻ തയ്യാറല്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് ഷെമി. ഏതായാലും താനും ആത്മഹത്യ ചെയ്യുമെന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അഫ്വാന്റെ മാതാവ് ഷെമി താൻ ഇളയ മകന്റെ കൂടെ പോകുമെന്നാണ് ഷെമി പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നത്. ആശുപത്രിയിൽ നിന്നായിരുന്നു ഷെമിയുടെ ഈ പ്രതികരണം വരുന്നത്. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് ഇന്നലെ മുതൽ ഷെമിയുടെ ആരോഗ്യനില വഷളായിരിക്കുകയാണ്. ഷെമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കും. സാമ്പത്തിക കാരണങ്ങളാൽ ആശുപത്രി മാറ്റാനാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത്. നിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഷെമി ചികിത്സയിൽ കഴിയുന്നത്. അതിനിടെ കേസിലെ പ്രതി അഫ്വാൻ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. ചോദ്യം ചെയ്യലിന് അഫ്വാൻ സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. അഫ്വാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ചോദ്യം ചെയ്യലിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അഫ്വാൻ മറുപടി നൽകുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വെഞ്ഞാറമൂട് CI വീണ്ടും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിയുടെ ഈ നിസ്സഹകരണം ഉണ്ടാകുന്നത്. കൊല്ലപ്പെട്ട പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. സൽമ ബീവിയുടെ മാല പണയപ്പെടുത്തി പണമെടുത്ത ധനകാര്യ സ്ഥാപനത്തിലും കൊലപാതകത്തിനുള്ള ആയുധം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. പ്രതിക്ക് നേരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്ന് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഷെമിയുടെ ആരോഗ്യനില പൂർണ്ണമായി വഷളാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മരുന്നിനോടും ഒക്കെ തന്നെ പ്രതികരിക്കുകയും തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കള്ളം പറയുകയും തന്റെ ഭർത്താവിനോട് മക്കൾ എവിടെ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ മക്കൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഭർത്താവ് പറഞ്ഞത് പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്, അത് ബന്ധു വീട്ടിലുണ്ട് എന്നാണ്. എന്നാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേസിനെ അത് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഷെമിയോട് ആശുപത്രി അധികൃതർ ആദ്യം ഒരു സൂചന നൽകി. ഇളയ മകൻ അതിൽ മക്കൾ രണ്ടുപേരും ആക്രമിക്കപ്പെട്ടു എന്നൊരു സൂചന നൽകി. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് വിവരിക്കാതെ ഇളയ മകൻ മരിച്ചുപോയി എന്ന വാർത്ത അറിയുന്നത് ഷെമിയുടെ ആ ചോദ്യത്തിൽ നിന്നാണ്. മക്കൾക്ക് എന്തു പറ്റിയെന്ന ചോദ്യത്തിൽ മക്കൾ എവിടെയെന്ന ചോദ്യത്തിൽ മക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്, ചികിത്സയിലാണ് എന്ന് പറയുകയും അവരെ എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റൂ എന്ന് പറയുകയും ഷെമി ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇളയ മകൻ മരണപ്പെട്ട വിവരം ഷെമി അറിഞ്ഞത്. അലമുറയിട്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. ആ അമ്മയ്ക്ക് വാ തുറക്കാനോ സംസാരിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. 13 സ്റ്റിച്ചുണ്ട് കണ്ണിന് താഴെയായിട്ട്. അല്ലാതെ തന്നെ അമ്മ ക്യാൻസർ ബാധിതയാണ്. അങ്ങനെ ആരോഗ്യപരമായി ഏറെ തളർന്നു നിൽക്കുന്ന ആ ഉമ്മയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി അറിയുന്നത്. അതിന് പിന്നാലെയാണ് തന്റെ മകനോടൊപ്പം താനും പോകുന്നു എന്നുള്ള വിവരം ആ അമ്മ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഞെട്ടലോടുകൂടിയല്ല നമുക്കിതൊന്നും കേൾക്കാൻ കഴിയില്ല. അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് മൂത്ത മകനോടുള്ള ആ സ്നേഹവും വാത്സല്യം. പക്ഷെ അമ്മയ്ക്ക് അറിയാം ഇളയ മകന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ആരാണെന്നുള്ളത്. കാരണം അമ്മയ്ക്ക് തലയിൽ അടിച്ച അടിയുടെ ഏറ്റവും ഒടുവിലത്തെ അടിക്ക് മുൻപായി തന്നെ അഫ്വാൻ പറഞ്ഞത് മുത്തശ്ശിയെയും അതുപോലെ തന്നെ അച്ഛന്റെ സഹോദരനെയും ആ സഹോദരന്റെ ഭാര്യയും കൊന്നു എന്നാണ് ഈ അമ്മയോട് പറഞ്ഞത്. ഞാൻ അവരെ തീർത്തു എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ഈ അഫാനിൽ നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അഫാനെ ഒറ്റിക്കൊടുക്കാൻ അമ്മയ്ക്ക് തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ ഇതെല്ലാം ഈ ഒരു സത്യാവസ്ഥയെല്ലാം അറിഞ്ഞ അമ്മയുടെ മനസ്സിലെ സത്യാവസ്ഥയും ഒക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അമ്മയുടെ മാനസികാവസ്ഥയും ആരോഗ്യസ്ഥിതിയും പൂർണ്ണമായി വഷളാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല പ്രൈവറ്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ അമ്മ കഴിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച 6 ദിവസത്തോളമായി അമ്മ ആശുപത്രിയിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി ഏറെ തകർന്ന അവസ്ഥയിലാണ് റഹീമും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും നിലവിൽ അമ്മയുടെ നില അത്ര മെച്ചപ്പെട്ടിട്ടില്ല, വീണ്ടും വഷളായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഇന്ന് അഫാനുമായി തെളിവെടുപ്പിന് വരാനിരിക്കുകയായിരുന്നു പോലീസ് സംഘം. ഈ അഫാനുമായി തെളിവെടുപ്പിന് വരാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് അഫാൻ ശുചിമുറിയിലേക്ക് കയറിയപ്പോൾ വിലം കഴിച്ച് ശുചിമുറിയിലേക്ക് കയറിയ അഫാനെ ഏറെ വൈകിയും കാണാത്തതിനെ തുടർന്ന് മുറി പരിശോധിച്ചു. ശുചിമുറിയിൽ കയറി നോക്കിയപ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന നിലയിൽ, തിട്ടേപ്പുറത്ത് നിന്നും താഴെ വീണ് കിടക്കുന്ന നിലയിൽ അഫാനെ കണ്ടത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് അഫാനെ കൊണ്ടുപോവുകയും
വ്യക്തമാവുകയായിരുന്നു. ആദ്യ പരിശോധന തന്നെ അഫാന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലോഷനോ മറ്റൊന്നും തന്നെ അകത്തേക്ക് ആത്മഹത്യ ശ്രമവും നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഇപ്പോൾ അഫാൻ തൽക്കാലത്തേക്ക് ഉള്ളൂ എന്ന് പറയുന്നു. അഫാൻ പലതരത്തിലുള്ള അടവുകൾ പയറ്റുകയാണ്. കാരണം ഈ മുത്തശ്ശിയുടെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു, ഒപ്പം അതുപോലെ തന്നെ ബാങ്ക് സ്ഥാപനത്തിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു, ഈ ചുറ്റിക വാങ്ങിയ കടയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു. ഇവിടെ എല്ലാവരും ആളുകൾ ഉണ്ടാകും, ഇവിടെ എല്ലാം ബന്ധുക്കൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ്, ഇന്ന് നോമ്പ് കാലഘട്ടവും കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തെ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകും. തെളിവെടുപ്പിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കാൻ, തെളിവെടുപ്പിൽ നിന്നും പരമാവധി പോലീസുകാരിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം നല്ല രീതിയിൽ നല്ല അടവുകൾ പയറ്റുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഈ ഘട്ടത്തിലാണ് അഫാൻ തന്റെ ഏറ്റവും ഒടുവിലത്തെ അടവെന്ന നിലയിൽ ഈ ഒരു കാര്യവും കൂടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും കൃത്യമായ റിപ്പോർട്ട് ഇവർക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രികളിൽ ഉറങ്ങാത്ത ഉള്ള ആ ഒരു അവസ്ഥയും കാരണമാണ് തലകറക്കം ഉണ്ടായെന്ന് പറയുന്നു. അഫാൻ തന്നെയാണ് എന്തു പറ്റിയെന്ന് ചോദിക്കാൻ തലകറങ്ങി താഴേക്ക് വീണതാണ് എന്ന് പറയുന്നത്. ഉമ്മ മരിച്ചു എന്ന് കരുതിയിരുന്ന അഫാന ഉമ്മ മരിച്ചിട്ടില്ല എന്നുള്ള വാർത്തയും ഏറെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നതാണ്. ഉമ്മയെ കാണണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഉമ്മയോട് സംസാരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നറിയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ള പലതരത്തിലുള്ള ദുരൂഹതകൾ നിറയുന്നുണ്ട്. മാത്രമല്ല പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തമാകുന്നത് റഹീമും ഉമ്മയും അഫാനും ഒക്കെ പറയുന്നത് മൂന്ന് കഥകളാണെന്നുള്ളതാണ്. സാമ്പത്തികപരമായ ഇടപാടുകൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇനി റഹീം അറിയാതെ തന്നെ അഫാന ഈ മൊബൈലിൽ മറ്റ് പല ബിസിനസ്സുകളും, അതായത് ഈ ഗെയിം കളി, പൈസ വെച്ചിട്ടുള്ള പണം വെച്ചിട്ടുള്ള ഗെയിം കളി, ചൂതാട്ട് കളി പോലെയുള്ള ഓൺലൈൻ ഗെയിമിങ്ങുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ സ്കാമിൽ എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇനിയും ലഭിക്കേണ്ടതുണ്ട്.